ഹലോ, ഇന്നൊരു ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണല്ലോ ഉഴുന്നുവട. അപ്പോൾ തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ഉഴുന്നുവട എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു കപ്പിൽ 1.5 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. വലിയ കപ്പാണെങ്കിൽ 1 കപ്പ് എടുത്താൽ മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു 6 മണിക്കൂറോളം കുതിർത്തിയെടുക്കണം. ഇത് നമുക്ക് അടച്ചു വെക്കാം. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കഴുകിയെടുത്താണിത്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ, വെള്ളം തെളിച്ചിട്ട് വേണം അരയ്ക്കാൻ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 തവണയായിട്ട് ഇട്ട് കൊടുത്ത് അരയ്ക്കാം, അല്ലെങ്കിൽ 3 പ്രാവശ്യമായിട്ട് ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ നല്ലോണം അരിഞ്ഞും കിട്ടണം, ഒരുപാട് വെള്ളം ആവാനും പാടില്ല. 2 തവണയായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാം. അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാം ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കുരുമുളക് ചതച്ചത്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമുക്ക് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതെല്ലാം നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് ഇതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം, കുരുമുളക് ചതച്ചത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ലൂസായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ മാവ് ഇതുപോലെ കട്ടിയായിട്ട് വേണം ഇരിക്കാൻ. ഇപ്പോൾ മാവ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 രീതിയിലാണ് ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ രീതി കൈവെള്ളയിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുന്നത്, ഇതുപോലെ എടുക്കുന്നതാണ്. അപ്പോൾ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ കുഴിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ ഷേപ്പൊന്നും ഇല്ലെങ്കിലും ഉഴുന്നുവട നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതൊരു മെത്തേഡാണ്. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. ഇപ്പൊ ഉഴുന്നുവട നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി വേറൊരു രീതിയിലും കൂടെ ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഒരു കയ്യിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം വെള്ളം കൈ കൊണ്ട് തൊട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ വിരലുകൊണ്ട് ഇങ്ങനെ ഒരു ഓട്ട ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒട്ടും കൈ കൊണ്ട് കിട്ടാത്തവർക്ക് ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഉഴുന്നുവട നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇതാകുമ്പോൾ താരതമ്യേന എളുപ്പമാണ് ചെയ്യാൻ. ലെഫ്റ്റ് സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഉഴുന്നുവട റെഡി ആയി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.